നമസ്കാരം, ഞാൻ താജ് പത്തനംതിട്ട. പ്രിയമുള്ളവരെ, ഇന്ന് തോട്ടക്കാനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 8ാമത് പ്രതിഷ്ഠാ വാർഷികവും മേടച്ചിത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ കലാരംഗ പത്തനത്തിൽ അണിയിച്ചൊരുക്കിയ കിള്ളൻ ചിരി ഉത്സവം എന്ന പ്രോഗ്രാമിന്റെ വിജയത്തിന് ശേഷം ഞങ്ങൾ നിൽക്കുകയാണ്. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത അജികുമാറാണ് പ്രോഗ്രാമിന്റെ അഭിപ്രായം. സൂപ്പർ, അടിപൊളി. താങ്ക് യു. കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അടിപൊളി. എല്ലാവരും സൂപ്പർ നല്ല പരിപാടി, അടിപൊളി പരിപാടി. ഞാൻ വിയ്യൂർ സെൻട്രലിൽ കിടന്നപ്പോൾ എന്റെ സഹോദരൻ ഇതേപോലെ അവിടെ ഗാനം ആരംഭിച്ചായിരുന്നു. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട് ഞാനിപ്പോ സാന്ത്വനായി. പിന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നിങ്ങളൊക്കെ സഹകരണങ്ങൾ വേണം. എന്റെ സഹോദരനിലോട്ട് ഒരു വാക്ക് സംസാരിക്കാൻ കൊടുക്കണം. ഞാൻ ജീവിതത്തില് ഞാൻ ഒന്നും ചെയ്തിട്ട് പോയതല്ല, ഞാൻ പരിപാടി അപ്പൊ എൻ്റെ അളിയെ കാണാൻ പറ്റി. ഞാൻ അപ്പോഴിപ്പോൾ പറയുണ്ടായി, ഇനിയെങ്കിലും നല്ല നടപ്പിന് വിട്ട് നല്ല നടപ്പായിരിക്കണം. മഹാത്മാഗാന്ധി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. ടി വിയിൽ മാത്രമേ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളൂ. അങ്ങനൊന്നും ഇടവരുത്താനും തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ അനുഭവം ഉണ്ടല്ലോ. ഇനി കുടുംബങ്ങൾക്ക് മര്യാദയ്ക്ക് അടുത്ത വർഷം നിന്റെ പേരിലാക്കണം ഈ പരിപാടി. ലാസ്റ്റ് ആണെങ്കിൽ കരുമാടിക്കുട്ടൻ നന്ദിനിക്കുട്ടിക്ക് ഒരു പാട്ട് പാടണം, അളിയൻ പാടണം. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയത്ത് കൈകൊട്ടു. അങ്ങനെ കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയത്ത് കൈകൊട്ടു. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയത്ത് കൈകൊട്ടു. അങ്ങനെ കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റുന്നോട്ടുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റുന്നോട്ടുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകരു വേണം, പിന്നെ ആശാന്റെ